ഹനാൻഷയെ കാണാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ഒത്തുകൂടിയ മനുഷ്യരെ നിങ്ങളെ കുറ്റം പറയാൻ ഞാനില്ല. അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഞാൻ. എന്റെയും നിന്റെയും ഒക്കെ നികുതിയിൽ നിന്ന് ഈടാക്കിയിട്ട് കെട്ടിയിട്ടുള്ള 50 കോടി രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രേതാലയമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി. മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ കാസർകോട്ടുകാർക്ക് വേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ആശുപത്രി സംവിധാനമാണ്. അതന്നെ ചങ്ങായിമാരെ, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. ഒരു ഹനാൻഷ വരുമ്പോഴേക്ക് ഈ ജനങ്ങൾ തിക്കിക്കൂടി ഒരുപാട് പേർക്ക് പരിക്ക് പോയി. എല്ലാവരും ആ പരിപാടിക്ക് പോയത് ഒത്തൊരുമിച്ചിട്ടാണ്, അല്ലേ? സത്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാസർഗോഡ് ജില്ലക്കാർ എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യത്തോടെ ജാതി മത രാഷ്ട്രീയമെന്ന് നോക്കാണ്ട് നമ്മുടെ കാസർഗോഡിനും വേണ്ടിയിട്ട്, നമ്മുടെ മെഡിക്കൽ കോളേജ് വരാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരും മുന്നിട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലേ, നമ്മുടെ കാസർഗോഡ് പുരോഗമിക്കുന്ന സമയങ്ങൾ അതിക്രമിച്ചു പോയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിന് ചെയ്യുന്നില്ല? ഹനാൻഷ വരുമ്പോഴേക്ക് ഒരുപാട് പേര് കയറി ചെന്ന് അവിടെ അതൊന്ന് ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ ഓരോരോ കാസർഗോഡ് ജില്ലക്കാരും ഒത്തൊരു ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഉപകാരമാകുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ കാതർ കാട്ടിക്കുന്ന ഈ സംഭവം പൂർത്തീകരിച്ചിരിക്കും. പക്ഷെ നമുക്ക് എവിടെ സമയം? നമുക്കൊരു ഗായകനാവാൻ ആരും വരുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കൂക്കുക, നിലവിളിക്കുക, ഇത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലേ? ഇനി എന്നാണ് നമ്മൾ ബോധം ഉദിച്ചു തരുന്നത്? ഇല്ല, നമ്മൾ ചെയ്യൂല. കാരണം വെച്ചാൽ അവിടെ പാവപ്പെട്ടവർക്ക് ഗുണം കിട്ടുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ആരാണ് ഇതിന് മുൻകൂട്ടിയിട്ട് ഇറങ്ങുന്നത്? ഒരാളും ഇറങ്ങില്ല. നിങ്ങൾ ഇറങ്ങും മക്കളെ. നിങ്ങൾ ഈ ഹനാൻഷാൻ്റെ ഷോ പരിപാടിക്ക് പോയിട്ടേ ഇതേമാതിരി നിങ്ങൾ ഈ കാതർ പറഞ്ഞ് ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും മുന്നോട്ടേക്ക് ഇറങ്ങ്. നമുക്ക് വിജയിപ്പിച്ചിട്ടെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി എപ്പോഴാണ് നമുക്ക് ബോധം ഉദിക്കുന്നത്? ഉദിക്കുമോ? എവിടെ ഉദിക്കാൻ? നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രമേ ഉണ്ടാവും, അല്ലേ?